ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞൻ സ്രാവായി തോന്നിയേക്കാം. ഇവൻ ആളൊരു പ്രശ്നക്കാരനാണ്. കടലിലെ മത്സ്യങ്ങൾ, സ്രാവുകൾ, മറ്റു ജീവജാലങ്ങൾ കൂടാതെ കപ്പലുകൾ, അന്തർവാഹിനികൾ തുടങ്ങിയവയ്ക്കെല്ലാം ഒരു പേടി സ്വപ്നമാണ് ഇവൻ. അറ്റ്ലാന്റിക്, പസഫിക്, ഇന്ത്യൻ മഹാസമുദ്രങ്ങളിലെ ഉഷ്ണമേഖലാ, ഉപഉഷ്ണമേഖലാ ജലത്തിൽ കാണപ്പെടുന്ന അപൂർവമായ ഒരു സ്രാവാണ് സിഗാർ സ്രാവ്. ഇവർക്ക് മറ്റൊരു വിളിപ്പേര് കൂടിയുണ്ട്, കുക്കി കട്ടർ. ഈ സ്രാവുകൾ മറ്റു സ്രാവുകളെ അപേക്ഷിച്ച് ചെറുതാണ്. ഏകദേശം 40 മുതൽ 56 സെന്റിമീറ്റർ വരെയൊക്കെയാണ് ഇവരുടെ നീളം. ഈ മത്സ്യത്തിന് നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു പേര് കൂടി ഉണ്ടല്ലോ, കുക്കി കട്ടർ. എന്തായിരിക്കും ഇവയ്ക്ക് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം? ബിസ്ക്കറ്റ് കട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഇവരുടെ ആക്രമണത്തിൻ്റെ ഒരു ശൈലി. തന്നേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള തിമിംഗലങ്ങൾ, സ്രാവുകൾ, വലിയ മീനുകൾ, അങ്ങനെയുള്ള കടൽ ജീവികളുടെ ശരീരം ഇവർ ഒരു വൃത്താകൃതിയിൽ തുരന്ന് അതിനുള്ളിലെ മാംസവും ആന്തരിക അവയവങ്ങൾ ഒക്കെ കടിച്ച് പുറത്തെടുക്കാറുണ്ട്. ഇവർ ജീവികളെ മാത്രമല്ല ആക്രമിക്കുന്നത്, ഇവർ കണ്ണിൽപ്പെടുന്ന ഒട്ടുമിക്ക സാധനങ്ങളും നശിപ്പിക്കാറുണ്ട്. കപ്പലുകൾ, അന്തർവാഹിനികൾ, സമുദ്രത്തിനടിയിലൂടെ പോകുന്ന വലിയ വലിയ കേബിളുകൾ, ചില സമയങ്ങളിൽ മനുഷ്യരെ വരെ ഇവർ ആക്രമിക്കുന്നു. വൃത്താകൃതിയിലുള്ള വായും അതിൽ നിറയെ മുള്ളുകൾ പോലെയുള്ള പല്ലുകൾ ഉണ്ട്. ഇതുപയോഗിച്ചാണ് ഇവർ ഇതുപോലെയുള്ള അക്രമങ്ങൾ നടത്തുന്നത്. അമേരിക്കൻ അന്തർവാഹിനികളെ വിറപ്പിച്ച ചരിത്രമുണ്ട് ഇവർക്ക്. അന്തർവാഹിനികളിലെ ഗതി നിർണയത്തിന് സഹായിക്കുന്ന അന്തർസമുദ്ര ഇലക്ട്രിക് കേബിളുകളെ ഇവ നശിപ്പിക്കുമായിരുന്നു. ഇവർ നശിപ്പിക്കുന്ന കേബിളുകൾ ശരിയാക്കുന്നതിനു വേണ്ടി 1970കളിൽ നിരവധി അന്തർവാഹിനികൾ തിരിച്ച് കരയിൽ കയറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. അജ്ഞാത ആയുധങ്ങളാണ് അന്തർവാഹിനികൾക്ക് നാശം സംഭവിക്കാനിടയാക്കിയതെന്ന് ആദ്യമൊക്കെ കരുതിയെങ്കിലും പിന്നീട് കുക്കി കട്ടർ സ്രാവുകളാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തി. കപ്പലുകളുടെ സോണാർ, ഡോമുകളുടെ നിയോപ്രീൻ ഇവ കടിച്ചെടുത്ത് നശിപ്പിക്കുന്നത് വഴി ഗതിനിയന്ത്രണം അനിശ്ചിതത്വത്തിലായിട്ടുണ്ട്. 1980കളിൽ ഏകദേശം 30ലേറെ അന്തർവാഹിനികളെ ഇത്തരത്തിൽ കുക്കി കട്ടർ സ്രാവുകൾ ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്രാവുകളെ കൂടുതലായും ജപ്പാനിൻ്റെയും ഓസ്ട്രേലിയയുടെയും ചില ഭാഗങ്ങളിൽ കണ്ടുവരുന്നു.